ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്കൊരു തലച്ചോറും പിന്നെ നല്ല അടിപൊളി ദോശയും അതുപോലെ തന്നെ ചായയൊക്കെ ഉണ്ടാക്കി കുടിച്ചാലോ രാവിലെ തന്നെ എന്നവാ. എനിക്ക് കല്യാണം കഴിക്കുന്നതിന് മുമ്പേ തീരെ കുക്കിംഗ് എന്താന്ന് പോലും അറിയണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ഞാൻ വിചാരിച്ച് കല്യാണം കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് പൊളിക്കാന്ന് കുക്കിംഗ് ചെയ്തിട്ട്. പക്ഷെ അതൊന്നല്ല സത്യം. കല്യാണം കഴിഞ്ഞാൽ കുക്കിംഗ് തുടങ്ങുമ്പോൾ ആദ്യം ഭയങ്കര പ്രശ്നമായിരിക്കും. എന്തെങ്കിലും ഉപ്പ് കൂടുക അല്ലെങ്കിൽ മുളക് കൂടുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ടുണ്ടാവും. അതാണ് എനിക്കുണ്ടായത് കേട്ടോ. പിന്നെ ഞാൻ ശ്രമിക്കാൻ തുടങ്ങി. ആര് പറഞ്ഞാലും തളർന്നൊന്നുമില്ല കേട്ടോ. ഞാൻ നല്ല ശ്രമിക്കാൻ തുടങ്ങി. കാരണം ഇവിടെ ഒറ്റക്കാണല്ലോ. ഗൾഫിൽ വരുമ്പോൾ ഒറ്റക്കാകുമ്പോൾ നമ്മളിങ്ങനെയൊക്കെ തുടങ്ങും. പിന്നെ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പം ഞാൻ എല്ലാം ഉണ്ടാക്കും കേട്ടോ. ഇപ്പം എനിക്ക് ഭയങ്കര കോൺഫിഡൻസാണ് എല്ലാം ഉണ്ടാക്കാന്നുള്ള കോൺഫിഡൻസ് കേട്ടോ. അതെനിക്ക് ഞാൻ ഉണ്ടാക്കിയെടുത്ത് തന്നെയാണ്. ഞാനിങ്ങനെ ഓരോന്ന് ട്രൈ ചെയ്തിട്ട് കുക്കിങ്ങിക്ക് ഇറങ്ങാൻ പേടിയുള്ളവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. അതായത് നിങ്ങൾ എന്തായാലും കുക്കിങ്ങിക്ക് ഇറങ്ങുക. നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റാത്തൊന്നുമില്ല. നമ്മൾ ശ്രമിച്ചാൽ പറ്റാത്തതൊന്നുമില്ല. അപ്പോൾ നമ്മൾ ഇന്നലെ തലച്ചോറ് വാങ്ങിയിട്ട് വന്നതാണിത്. അപ്പം ഞാൻ വിചാരിച്ച് രാവിലെ തന്നെ ആണ് കഴിക്കാമെന്ന്. അങ്ങനെ ഞാൻ രാവിലെ ഉണ്ടാക്കുകയാണ്. ഞാൻ എൻ്റെ ഒരു റെസിപ്പി വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. വേറെ ആരോടും ചോദിച്ചിട്ടോ അല്ലെങ്കിൽ യൂട്യൂബ് നോക്കിയിട്ടോ ഒന്നുമില്ല. പക്ഷെ അടിപൊളി ടേസ്റ്റ് ആവും കേട്ടോ. ഞാനിത് ആദ്യം ഉണ്ടാക്കി നോക്കിയിട്ടുണ്ട്. ഞാൻ ഇവിടെ ഗൾഫിൽ വന്നിട്ട് ഇപ്പോൾ 5 വർഷത്തോളം ആവാറായി. അതുകൊണ്ട് തന്നെ ഞാൻ ഏറ്റവും ആസ്വദിച്ച് ചെയ്തിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ അത് ഉറക്കവും പിന്നെ കുക്കിങ്. നമുക്ക് ഇഷ്ടമുള്ളത് ഉണ്ടാക്കിയിട്ട് ഓരോന്ന് പുതിയ ഡിഷസൊക്കെ ഉണ്ടാക്കി നോക്കുക. ഇതൊക്കെയാണ് ഞാൻ കുക്കിങ് ചെയ്യുക. ചിലപ്പോൾ പാട്ടൊക്കെ കേട്ടിട്ട് അല്ലാന്നുണ്ടെങ്കിൽ എൻ്റെ ഉമ്മാനെ അല്ലെങ്കിൽ എൻ്റെ ഹസ്ബൻഡിനെ താത്താനൊക്കെ വിളിച്ചിട്ട് അങ്ങനെ കുക്കിങ് ചെയ്യാം കേട്ടോ. അതായത് സമയം പോകുന്നത് അറിയില്ല. പിന്നെ സാഹചര്യം ഇങ്ങനെ ടി വി ഒക്കെ വെച്ച് കൊടുക്കും. അല്ലെങ്കിൽ അവൻ എൻ്റെ കൂടെ കുക്ക് ചെയ്യും. എൻ്റെ കൂടെ കുക്ക് ചെയ്യാനാണ് അവനക്ക് കൂടുതൽ താല്പര്യം കേട്ടോ. ഞാൻ കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ വന്നിട്ട് അവൻ പറയും ഉമ്മിനെ ഹെൽപ്പ് ചെയ്യട്ടെ വെച്ചിട്ട് പിന്നെ എൻ്റെ കൂടെ അവൻ്റെ കുക്കിംഗ് സെറ്റൊക്കെ എടുത്തിട്ട് ഇങ്ങനെ കളിക്കും. അപ്പോൾ ഇതിലാദ്യം നമ്മൾ വെളിച്ചെണ്ണ അല്ലെങ്കിൽ ഓയിൽ ഒഴിച്ചിട്ട് ഞാൻ വെളിച്ചെണ്ണ ഒഴിക്കാനാണ് വിചാരിച്ചത്. അപ്പോൾ പിന്നെ അത് കട്ടിയായിരുന്നു തണുവ് കാരണം. അപ്പോൾ ഞാൻ പിന്നെ ഓയിലുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് പിന്നെ ഈ ചെറിയ ഉള്ളി, തക്കാളി പിന്നെ പച്ചമുളക് അതൊക്കെ കൂടിയിട്ട് ഇടുക. പിന്നെ കുറച്ച് അതുകൊണ്ട് വാടി വന്നതിന് ശേഷം പിന്നെ നമ്മൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇല്ലേ അതിടുക. അതുപോലെ തന്നെ ഒന്ന് ചതച്ച പോലത്തെയാണ് ഞാൻ ഇട്ടത് കേട്ടോ. അതിലേക്ക് പച്ചമുളക് ആഡ് ചെയ്തിട്ടായിരുന്നു. അങ്ങനെ ചതച്ചിട്ടാണ് ഞാൻ ഇട്ടത്. പിന്നെ മല്ലിപ്പൊടി കുറച്ച്, മഞ്ഞൾപ്പൊടി കുറച്ച്, മുളക് പൊടി പിന്നെ കുരുമുളക് പൊടി അങ്ങനെയൊക്കെ ആയിട്ടാണ് ഇട്ടത്. കുറേ ഓവറായിട്ട് നമ്മൾ പൊടി ഇടേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. പിന്നെ ഇതിൻ്റെ ഒപ്പം ദോശയാണ് ഉണ്ടാക്കുന്നത്. ഞാൻ കടയിൽ നിന്ന് മാവ് വാങ്ങുമ്പോൾ ഞാനതിൽ ഗീ ചേർത്തിട്ടാണ് അത് കഴിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ അരക്കുന്ന മാവാണെന്നുണ്ടെങ്കിൽ ഗീൻ്റെ ആവശ്യമില്ല. പക്ഷേ ഇത് കടയിൽ നിന്ന് വാങ്ങിയതുകൊണ്ട് തന്നെ ഒരു സോഫ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഗീ ഒക്കെ ചേർക്കും. പിന്നെ ഫാസ്കൻ്റെ ടിഫിൻ ബോക്സൊക്കെ നല്ല കഴുകി വെച്ചത് എടുത്ത് വെച്ച് പിന്നെ മിൽക്ക് ഉണ്ടാക്കുകയാണ്. ഞങ്ങൾ ചായ കുടിക്കില്ല കേട്ടോ. ഞങ്ങൾ ഒന്നില്ലെങ്കിൽ ഹോർലിക്സ് അല്ലെങ്കിൽ വെറും മിൽക്ക് അങ്ങനെ കുടിക്കുള്ളൂ. ചായ തീരെ ഇഷ്ടമല്ല. ഫാസ്റ്റാണെങ്കിൽ ഇടയ്ക്കൊക്കെ ചായ കുടിക്കും. പിന്നെ ആ ഗ്യാപ്പിൽ തന്നെ പാത്രങ്ങളൊക്കെ കഴുകി വെക്കും. ഞാൻ ഇങ്ങനെ വലിച്ചു വാരിയിടാൻ എനിക്ക് ഇഷ്ടമല്ല. ഓൾറെഡി ഞാൻ പറഞ്ഞല്ലോ. ഞാൻ എപ്പോഴും ആ ടൈമിൽ തന്നെ കഴുകി വെച്ചാൽ പിന്നെ അത് കഴിഞ്ഞ് പിന്നെ നമുക്കിങ്ങനെ കാണുമ്പോഴത്തേനും സമാധാനമായിരിക്കും അല്ലേ. അങ്ങനെ നമ്മുടെ ഫുഡ് ഇവിടെ സെറ്റായിട്ടുണ്ട്. നല്ല അടിപൊളി തലച്ചോറ് റോസ്റ്റും പിന്നെ നല്ല ദോശയും പിന്നെ അതുപോലെ ഇങ്ങനെയുള്ള ഡെയിലി വീഡിയോസ് കാണാൻ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യണേ. ബെല്ലൈക്കൺ അമർത്തുക, ഓളൊന്ന് കൊടുക്കുക. പിന്നെ അതുപോലെ തന്നെ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ. അപ്പോൾ ബൈ, നാളെ കാണാം.